ഹായ്. നമ്മുടെ മാഡം ബിക്കാച്ചി ഗാമയില്ലേ? ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന മാഡം ബിക്കാച്ചി ഗാമ. മാഡം ബിക്കാച്ചി ഗാമ ഒരിക്കൽ അവരുടെ പത്രമായിരുന്ന വന്ദേ മാതരത്തിൽ ഇങ്ങനെ എഴുതി. ബിക്കാച്ചി ഗാമയുടെ പത്രമായിരുന്നു വന്ദേ മാതരം. വന്ദേ മാതരത്തിൽ ബിക്കാച്ചി ഗാമ എഴുതിയൊരു സെൻറ്റൻസ് ഇങ്ങനെയായിരുന്നു: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്ന ഒരു രാജ്യത്തെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തി. എന്നൊന്നുകൂടി പറയാം: വാഞ്ചി ഉതിർത്ത വെടിയുണ്ടകൾ നൂറ്റാണ്ടുകൾ അടിമത്തത്തിലായിരുന്ന ഒരു ജനതയെ ഗാഢനിദ്രയിൽ നിന്ന് ഉണർത്തി. ആരാ വാഞ്ചി? വാഞ്ചി ആർക്കെതിരെയാണ് വെടിയുണ്ടകൾ ഉതിർത്തത്? വാഞ്ചി 1911 ജൂലൈ 17 തമിഴ്നാട്ടിലെ മണിയാച്ചി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആഷെ എന്ന് പറയുന്ന ആളെ വെടിവെച്ചു. ഏത് ആഷെ? തിരുനെൽവേലി കളക്ടറായിരുന്ന റോബർട്ട് വില്യം ഡെസ്കോട്ട് ആഷയെ വെടിവെച്ചു. എന്നിട്ട് അവിടെ വെച്ച് തന്നെ വെടിവെച്ച് മരിക്കുകയും ചെയ്തു. സ്വയം വെടിവെച്ച് മരിച്ചു. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാൻ വാഞ്ചി തയ്യാറായില്ല. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയായിട്ട് മാറി വാഞ്ചി അയ്യർ. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷിയാണ് വാഞ്ചി അയ്യർ. അപ്പോൾ തിരുനെൽവേലി ബ്രിട്ടീഷ് കളക്ടറായിരുന്ന മിസ്റ്റർ ആഷെ വധിച്ചതാര് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വാഞ്ചി അയ്യർ എന്നാണ്. ഇദ്ദേഹം ഭാരത് മാതാ അസോസിയേഷൻ്റെ പ്രവർത്തകനായിരുന്നു. എന്തിനായിരുന്നു വാഞ്ചി നമ്മുടെ ആഷയെ വധിച്ചത്? ഈ ആഷെ തിരുനെൽവേലിയിലേക്ക് ജനകീയ പ്രക്ഷോഭങ്ങളെ നിഷ്ഠൂരമായിട്ട് അമർച്ച ചെയ്ത ഒരു കളക്ടറാണ്. അക്കൂട്ടത്തിൽ നമ്മുടെ വി.ഒ. ചിദംബരം പിള്ള ഉണ്ടല്ലോ, കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്ന വി.ഒ. ചിദംബരം പിള്ള, അതുപോലെ സുബ്രഹ്മണ്യ ശിവ തുടങ്ങിയവരെല്ലാം സ്വതന്ത്ര സമര സേനാനികളായിരുന്നല്ലോ. അപ്പോൾ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തി ജയിലിലടക്കുകയും ആ ജയിലിലെ മോശമായ സാഹചര്യം അവർക്ക് കുഷ്ഠരോഗം പിടിപെടുന്നതിന് ഇടയായി. അവിടെ വെച്ച് അവർ വളരെയധികം കഷ്ടത അനുഭവിച്ചു. അപ്പോൾ ഇതിൽ പ്രകോപിതനായിട്ടാണ് വാഞ്ചി ആരെ വധിക്കുന്നത്? കളക്ടറെ വധിക്കുന്നത്, വില്യം ഡെസ്കോട്ട് ആഷയെ വധിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ വാഞ്ചി ആരായിട്ട് മാറിയത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷിയായിട്ട് വാഞ്ചിയർ മാറിയത്. അപ്പോൾ ആ വാഞ്ചിയരെ കുറിച്ചാണ് നമ്മുടെ മാഡം ബിക്കാച്ചി ഗാമ വന്ദേ മാതരത്തിൽ എഴുതിയത്.